അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 10ാം ക്ലാസ് തഫ്സീർ 2021, 22, 23 വർഷങ്ങളിലെ പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. 2021 വർഷത്തെ ആദ്യ ചോദ്യം അവിടെ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്. മാ അബ്അലക അസ്സബാനിയ അർറൂഹു അൽ ഖാരിഅ അഖ്സമ ബിദ്ദഹർ. ചോദ്യങ്ങൾ നോക്കാം. തഖറഉൽ ഖുലൂബ, ഹൃദയങ്ങളെ മുട്ടി വിളിക്കുന്നു. അപ്പോൾ ഹൃദയങ്ങളെ മുട്ടി വിളിക്കുന്നു എന്നുള്ളതിന് യോജിച്ചത് ഇതിൽ ഏതാണ്? 10ാമത്തെ പാഠം അൽ ഖാരിഅ, സൂറത്തുൽ ഖാരിഅ. അതിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് ആയത്ത് അൽ ഖാരിഅ എന്നാണല്ലോ. ആ ഖാരിയുടെ തഫ്സീർ പറയുന്നു ഐ അൽ ഖിയാമ, ഖിയാമത്ത് അൽ ഖാരിഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഖിയാമത്ത് നാളിന് ഇങ്ങനെ ഖാരിഅ എന്ന് പേര് വച്ചത്? ഖാരിയുടെ അർത്ഥം മുട്ടി വിളിക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ലിഅന്നഹ, കാരണം അത്, അഥവാ ഖിയാമത്ത് നാൾ തഖറഉൽ ഖുലൂബ, ഹൃദയങ്ങളിങ്ങനെ മുട്ടി വിളിക്കും. ബിൽ ഫസഇ വശദായിദ്, അതിൻ്റെ ഗൗരവം കൊണ്ടും അല്ലെങ്കിൽ അതിൻ്റെ ഭീകരത കൊണ്ടും അതിൻ്റെ ഭയം കൊണ്ടും ജനങ്ങളുടെ ഹൃദയങ്ങളെ മുട്ടി വിളിക്കുന്നതാണ് ഖിയാമത്ത് നാൾ. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിന് അൽ ഖാരിഅ എന്ന് പേര് വച്ചത്. അപ്പോൾ ഇവിടെ ഉത്തരം അൽ ഖാരിഅ എന്നുള്ളതാണ്. 2 വമാ ഖല, ഇത് ളുഹ സൂറത്തിലെ 2ാമത്തെ പാഠം സൂറത്തുൽ ളുഹ. അതിലെ 3ാമത്തെ ആയത്ത് മാ വദ്ദഅക റബ്ബുക വമാ ഖല. ഈ ആയത്തൊക്കെ ഇറങ്ങാനുള്ളൊരു സന്ദർഭം അവിടെ പറയുന്നുണ്ട്. നസലത്ത് ഹീന ഖാലുൽ കുഫാറു ഇന്ദ തഅഖുരിൽ വഹ്യി എന്ന് പറഞ്ഞു. അഥവാ 15 ദിവസം വഹ്യ് വരാത്ത ഒരു സാഹചര്യമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വഹ്യ് 15 ദിവസം വരാതിരുന്നപ്പോൾ ശത്രുക്കൾ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു കൈവെടിഞ്ഞിട്ടുണ്ട്, ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. മാ വദ്ദഅക റബ്ബുക വമാ ഖല. വമാ ഖല എന്നതിനർത്ഥം വമാ അബ്അലക, താങ്കളോട് ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന്, അഥവാ അള്ളാഹു താങ്കളോട് ദേഷ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വമാ ഖലക്ക് നമുക്ക് അതിൻ്റെ തഫ്സീർ മാ അബ്അലക എന്നുള്ളതാണ് എടുത്തെഴുതേണ്ടത്. 3 വൽ അസുർ, സൂറത്തുൽ അസുറിൻ്റെ ഫസ്റ്റ് തന്നെ വൽ അസുർ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ അഖ്സമ ബിദ്ദഹർ എന്ന് പറയുന്നുണ്ട്. കാലഘട്ടം കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു. 4 ജിബ്രീൽ അലൈഹിസ്സലാം എന്നുള്ളതാണുള്ളത്. അവിടെ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്തിൽ തനസ്സലുൽ മലായികത്തു വർ-റൂഹ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ റൂഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ്. മലക്കുകളും റൂഹും ഇറങ്ങി വരുന്നു എന്ന് പറയുന്നിടത്ത് റൂഹ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ ഇവിടെ നമ്മൾ അർ-റൂഹ് എന്നുള്ളതാണ് ഉത്തരമായി എഴുതേണ്ടത്. അൽ മലായികത്തുൽ ഇലാലു ഷിദാദ്. 5ാമത്തെ പാഠത്തിൽ സൂറത്തുൽ അലഖിൻ്റെ അവസാന ഭാഗത്ത് ഫൽ യദ്ഉ നാദിയ സനദഉ സബാനിയ എന്ന് പറയുന്നുണ്ട്. സബാനിയ എന്ന് പറഞ്ഞാൽ അൽ മലായികത്തു, മലക്കുകളാണ്. അൽ ഇലാദു ഷിദാദ്, അഥവാ കഠിനമായി ശിക്ഷിക്കുന്ന മലക്കുകൾ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉത്തരം അസ്സബാനിയ. ഇനി 2ാമത്തെ ആക്ടിവിറ്റി നുബയ്യിനു, വ്യക്തമാക്കാനാണ്. അൽ ആദിയാത്തു, ആദിയാത്ത് എന്നാൽ എന്താണെന്നുള്ളത് വ്യക്തമാക്കണം. 9ാമത്തെ പാഠം സൂറത്തുൽ ആദിയാത്ത്. അതിൻ്റെ ആദ്യ ആയത്ത് തന്നെ വൽ ആദിയാത്തി ളുബ്ഹ. വൽ ആദിയാത്തി എന്നതിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട് അഖ്സമല്ലാഹു തആല ബിൽ ഖുയൂലില്ലത്തി തസ്റഉ ഫിൽ കരി അലൽ അദുവി. അഥവാ യുദ്ധത്തിൽ ശത്രുക്കളുടെ മേൽ അതിവേഗതയിൽ കുതിക്കുന്ന കുതിരകൾ തന്നെ സത്യം. അപ്പോൾ ഖുയൂൽ, കുതിരകളെ കുറിച്ചാണ് പറയുന്നത്. അൽ ആദിയാത്തി, അതുപോലെ തന്നെ വൽ മൂരിയാത്തി വൽ മുഗീറാത്തി, ഇതൊക്കെ 3 തരം അല്ലെങ്കിൽ 3 രീതിയിൽ കുതിരകളെ പറയുന്നതാണ്. അപ്പോൾ വൽ ആദിയാത്തി എന്ന് പറഞ്ഞാൽ
ശത്രുക്കളുടെ മേൽ അതിവേഗം കുതിക്കുക യുദ്ധ സന്ദർഭത്തിൽ. അങ്ങനത്തെ കുതിരകൾക്കാണ് വൽ ആദിയാത്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് അതാണ്. 2 യൗമുദ്ദീൻ. ആദ്യ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയിൽ മാലിക് യൗമിദ്ദീൻ അതിൻ്റെ തഫ്സീറിൽ യൗമുൽ ജസാ വഹുവ യൗമുൽ ഖിയാമ എന്നുണ്ട്. അതാണ് എഴുതേണ്ടത്. അഥവാ പ്രതിഫലത്തിൻ്റെ ദിവസം, അത് ഖിയാമത്ത് നാളാണ്. യൗമുദ്ദീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. 3 അസ്സൈത്തൂൻ. സൈത്തൂൻ വത്തീനി വസ്സൈത്തൂൻ എന്നുള്ള സൂറത്തിൽ തീൻ എന്താണെന്നും സൈത്തൂൻ എന്താണെന്നും വിശദീകരിക്കുന്നുണ്ട്. ആദ്യം തീൻ പറയാം. വഹുവ സമറത്തുൻ ഷജറത്തിൻ മഷ്ഹൂറത്തിൻ തസ്റഉ വതഅകുലു സിമാറഹു എന്ന് പറഞ്ഞാൽ പഴങ്ങളൊക്കെ ഭക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രസിദ്ധമായ മരത്തിൻ്റെ പഴമാണ് തീൻ എന്നുള്ളത്. സൈത്തൂൻ എന്നുള്ളത് ഒരു മരത്തിൻ്റെ പഴമാണ്. എങ്ങനത്തെ മരമാണ്? മസ്മിറുൻ സൈത്തിയുൻ തഅകുലു സിമാറഹു, അതിൻ്റെ പഴങ്ങളൊക്കെ ഭക്ഷിക്കാൻ കഴിയും. സൈത്ത് ഒലീവ് എണ്ണ ലഭിക്കുന്ന ഒരു മരമാണ്. അങ്ങനത്തെ ഒലീവ് കായുണ്ടാകുന്ന മരത്തിൻ്റെ പഴമാണ് സൈത്തൂൻ. അടുത്തത് ഇൽമുൽ യഖീൻ. ഇൽമുൽ യഖീൻ എന്നും അതുപോലെ ഐനുൽ യഖീൻ എന്നും 2 രീതിയിൽ രണ്ടാക്കി പറയുന്നുണ്ട്. സൂറത്തു തക്കാസുറിൽ 8-ാമത്തെ ആയത്ത് അഥവാ 7-ാമത്തെ ആയത്തിൻ്റെ തഫ്സീറിൽ സുമ്മ ലതറവുന്നഹ ഐനുൽ യഖീൻ എന്ന് പറഞ്ഞിടത്ത് വൽ ഫർഖു ബൈന ഇൽമുൽ യഖീൻ വ ഐനുൽ യഖീൻ അഥവാ ഐനുൽ യഖീൻ എന്നാൽ എന്താണ്, ഇൽമുൽ യഖീൻ എന്നാൽ എന്താണ്. ഇൽമുൽ യഖീൻ ആവുമ്പോൾ അത് മുശാഹദ ഇല്ലാതെ അഥവാ നമ്മൾ കാണാതെ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നതാണ് ഇൽമുൽ യഖീൻ. ഇവിടെ ചോദ്യം ഇൽമുൽ യഖീനാണ്. അപ്പോൾ കാണാതെ തന്നെ ഒരു കാര്യത്തെ മനസ്സിലാക്കുക. ഇനി ഐനുൽ യഖീനാണെങ്കിൽ അത് കണ്ടുകൊണ്ട് മുശാഹദയോട് കൂടെ ഒരു കാര്യം അറിയുന്നതാണ് ഐനുൽ യഖീൻ. അസ്ഹാബുൽ ഫീൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് വ്യക്തമാക്കാനാണ് സൂറത്തുൽ ഫീൽ അതിൻ്റെ 1-ാമത്തെ ആയത്തിൻ്റെ തഫ്സീറിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് ആയത്തിൻ്റെ തഫ്സീറിൽ ഹുവ മഹ്മൂദ് വ അസ്ഹാബുഹു, ഇത് അസ്ഹാബുൽ ഫീൽ എന്നാൽ അത് മഹ്മൂദിൻ്റെ കൂടെയുള്ള ആനകൾ. മഹ്മൂദ് എന്ന് പറഞ്ഞാൽ ആനകളിലെ നേതാവിൻ്റെ പേരാണ്. ഏറ്റവും വലിയ ആനയുടെ പേരാണ് മഹ്മൂദ്. അപ്പം മഹ്മൂദിൻ്റെ കൂടെയുള്ള ബാക്കി 7 ആനകളും. അതുപോലെ അബ്രഹത്തും ജയിച്ചു, അബ്രഹത്തും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അബ്രഹത്തിൻ്റെ സൈന്യവും, ഇങ്ങനെ ഉള്ള ആ വിഭാഗത്തിനെയാണ്, അവരുടെ ആ സൈന്യത്തെ മൊത്തത്തിലാണ് അസ്ഹാബുൽ ഫീൽ എന്ന് പറയുന്നത്. 6 അൽ അബ്തർ. അബ്തർ എന്നാൽ എന്ത് എന്നുള്ളതാണ് വ്യക്തമാക്കാനുള്ളത്. സൂറത്തുൽ കൗസറിൻ്റെ അവസാന ആയത്തായ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ എന്ന് പറയുന്നുണ്ട്. ഹുവൽ അബ്തർ, അവനാണ് അബ്തർ. അബ്തറിൻ്റെ അർത്ഥം പറയുന്നു അൽ മുൻഖതിഉ അൻ കുല്ലി ഖൈരിൻ, എല്ലാ നന്മയും മുറിഞ്ഞവൻ. അതാണ് അബ്തർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എല്ലാ നന്മയും മുറിഞ്ഞവൻ. ഇവിടെ ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. ആസുബിന് വായിൽ, അദ്ദേഹം ആസുബിന് വായിൽ എന്ന ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ സംസാരത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഖുറൈശികൾ ചോദിക്കുന്നുണ്ട്, നീ ആരുമായിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്? അപ്പോൾ അയാൾ പറയാണ്, ഞാൻ അബ്തറുമായാണ് സംസാരിച്ചിരുന്നത്. അവിടെ അബ്തർ എന്നുള്ളതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിച്ചത്. അഥവാ അന്നത്തെ കാലത്ത് അബ്തർ എന്ന് പറഞ്ഞാൽ ഒരു നന്മയും ഇല്ലാത്ത ആൾ, ആൺകുട്ടികളൊക്കെ മരിച്ചു പോകുന്ന ഒരു ഭാഗ്യം കെട്ടവൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്, നബിയെ താങ്കളല്ല, ഹുവൽ അബ്തർ, അവനാണ് അബ്തർ എന്നുള്ളത്. ഇനി അടുത്തത് ഉത്തരം എഴുതാനുള്ളതാണ്. അൽ മഗ്ലൂബ് അലൈഹിം മൻഹും, ആരാണ് മഗ്ലൂബ് അലൈഹി? സൂറത്തുൽ ഫാത്തിഹയുടെ അവസാന ആയത്തുകളിൽപ്പെട്ടതാണ്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇവിടെ മഗ്ലൂബ് അലൈഹി ആരാണെന്ന് പറയുന്നുണ്ട്, വഹും അൽ യഹൂദ്, യഹൂദികളാണ്. അതുപോലെ ദ്വാല്ലീൻ എന്ന് പറയുന്നത് ആരാണ്? നസ്വാറ. അതുപോലെ അൻഅംത അലൈഹിം, അള്ളാഹു അവരുടെ മേൽ
നിഅമത്ത് ചെയ്തു എന്ന് പറയുന്ന ആളുകൾ നബിയീൻ, സുദ്ദീഖീൻ, ശുഹദാ, സ്വാലിഹീൻ ഇവരുമാണ്. അപ്പോൾ ആ മൂന്നും മനസ്സിലാക്കി വെക്കണം. 2 വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല മൽ ഊല. അവിടെ ഊല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൂറത്തുൽ ളുഹയിലെ 4-ാമത്തെ ആയത്ത് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല മിനദ് ദുനിയ. ഈ ഊല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുന്യാവും ദുന്യാവിലുള്ളതും ആണ്. അപ്പോൾ ആഖിറത്ത് ദുന്യാവിനേക്കാൾ നല്ലതാണ് എന്നാണ് പറയുന്നത്. 3 സൂറത്തുൻ തഅദിലു സുലുസൽ ഖുർആൻ. ഖുർആൻ്റെ 1/3 സമമാകുന്ന സൂറത്ത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ഈ സൂറത്തുകളൊക്കെ ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ തഫ്സീറുകൾ വായിക്കുന്ന സമയത്ത് പകുതി നിസ്ഫുൽ ഖുർആൻ, പകുതി ഖുർആൻ്റെ പകുതിക്ക് സമമാകുന്ന സൂറത്തുണ്ട്, 1/4 സമമാകുന്ന സൂറത്തുണ്ട്, 1/3 സമമാകുന്ന സൂറത്തുണ്ട്. ഇതിൽ 1/1 ചോദിച്ചിട്ടുള്ളത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. അതുപോലെ റുബുഅൽ ഖുർആൻ ആണെങ്കിൽ 1/4 സമമാകുന്നത് സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ നസ്ർ ഒക്കെയാണ്. അടുത്തത് ബൈത്തുൽ ഇസ്സ ഐന ഹുവ. ബൈത്തുൽ ഇസ്സ എവിടെയാണ്? സൂറത്തുൽ ഖദറിൽ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ ഇറങ്ങിയതെന്ന് പറയുന്ന സമയത്ത് ഖുർആൻ 2 രീതിയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒന്ന് ജുംലത്തായിട്ട് എല്ലാം ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്, അത് ലോഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്കാണ്. 2 23 വർഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഘട്ടം ഘട്ടമായി എത്തിയതാണ്. അപ്പോൾ ഈ ലോഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് എന്ന് പറയുന്നിടത്ത് ബൈത്തുൽ ഇസ്സ എന്ന് പറഞ്ഞാൽ ഫിസ് സമാഇ ദുനിയ, ദുന്യാവിൻ്റെ നമ്മൾ കാണുന്ന ഈ ആകാശം, ആ ആകാശമാണ് ബൈത്തുൽ ഇസ്സ. ആ ആകാശത്തുള്ള ഒരു സ്ഥലമാണ് ബൈത്തുൽ ഇസ്സ. അപ്പോൾ അതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഖില്ലത്തു നബ്ഹിൽ കിലാബി അലാമത്തുൻ ലിമ. എന്തിൻ്റെ അടയാളമാണ് നായകളുടെ കുര അത് കുറയുന്നത്? എന്തിൻ്റെ അടയാളമാണ്? സൂറത്തുൽ ഖദർ തന്നെ അവസാന ആയത്ത് സലാമുൻ ഹിയ ഹത്താ മത്ല അൽ ഫജ്ർ, അത് കഴിഞ്ഞതിന് ശേഷം ലൈലത്തുൽ ഖദറിൻ്റെ അടയാളങ്ങൾ പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് നായകളുടെ കുര കുറയും, അതുപോലെ ആ ദിവസത്തിൻ്റെ പകൽ തെളിഞ്ഞതായിരിക്കും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. 6 കം അൻഹാറുൽ ജന്ന. ജന്നത്തിലെ സ്വർഗത്തിലെ പുഴകൾ എത്ര എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 4 ആ 4 ഏതൊക്കെയാണ്? പാലിൻ്റെ പുഴ, അതുപോലെ തേനിൻ്റെ, വെള്ളത്തിൻ്റെ, കള്ളിൻ്റെ, ഇങ്ങനെ 4 പുഴകളാണ് സ്വർഗത്തിലുള്ളതെന്ന് നമ്മുടെ തഫ്സീറിൽ പറയുന്നു. ഇനി അർത്ഥം എഴുതാനുള്ളതാണ്. ഇന്ന ഇലാ റബ്ബിക റുജ്അ. 1 ഇന്ന ഇലാ റബ്ബിക റുജ്അ, നിങ്ങളുടെ റബ്ബിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം. ഇവിടെ ഇന്ന ഇലാ റബ്ബിക എന്നുള്ളത് ആരോടാണ് ഈ ഖിത്വാബ് എന്ന് ചോദിച്ചാൽ നമുക്ക് അൽ ഇൻസാൻ എന്ന് എഴുതാവുന്നതാണ്. മനുഷ്യനോടാണ്, മുഴുവൻ മനുഷ്യരോടുമാണ് പറയുന്നത്. ഇന്ന ഇലാ റബ്ബിക, നിൻ്റെ റബ്ബിലേക്ക് തന്നെയാണ് റുജാ, മടക്കം. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. 2ാമത്തേത് അള്ളാഹു അല്ലയോ, അലൈസല്ലാഹു അള്ളാഹു അല്ലയോ, ബി അഹ്കമിൽ ഹാക്കിമീൻ, ഏറ്റവും നല്ല വിധികർത്താവ്, നീതിമാൻ. അങ്ങനെ വിധി കൽപ്പിക്കുന്ന ആൾ, നല്ല രീതിയിൽ വിധി കൽപ്പിക്കുന്ന ആൾ അത് അല്ലാഹ് അല്ലയോ. ഈ സൂറത്ത് അഥവാ ഈ ആയത്തോതിന് ശേഷമാണ് ബല വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ എന്നുള്ള ദിക്ർ ചൊല്ലേണ്ടത്. 3 ഫൈദ ഫറൗത്ത ഫൻസുബ്. ഫൈദ ഫറൗത്ത, നീ താങ്കൾ പിരിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ, ഫൻസുബ് പ്രാർത്ഥനയിൽ മുഴുകൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 4 അമ്മ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, താങ്കളുടെ നിഅമത്ത് കൊണ്ട് അഥവാ അനുഗ്രഹങ്ങൾ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് എടുത്തു പറയുക. ഫഹദ്ദിസ് എന്ന് പറഞ്ഞാൽ അത് പറയുക. എന്തെങ്കിലും അനുഗ്രഹങ്ങളൊക്കെ നാഥൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് എടുത്തു പറയാവുന്നതാണ്. 5 അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. സൂറത്തുൽ ഫീലിൻ്റെ സൂറത്തിൽ പറയുന്നുണ്ട്, അവരുടെ കൈദിനെ, അവരുടെ തന്ത്രത്തെ എന്ത് ചെയ്തു അള്ളാഹു, നാം ഫീ തദ്ലീലാക്കിയില്ലയോ. അലം യജ്അൽ കൈദഹും, അവരുടെ തന്ത്രത്തെ ആക്കിയില്ലയോ ഫീ തദ്ലീൽ, പരാജയത്തിൽ.
യഹ്സബു അന്നമാലഹു അഹ്ലദ, യഹ്സബു അവർ കരുതുന്നു, അല്ലെങ്കിൽ അവൻ കരുതുന്നു, അന്നമാലഹു അവൻ്റെ സമ്പത്ത് അഹ്ലദ എന്നെന്നും ഉണ്ടാവുന്നതാണെന്ന്. അപ്പോൾ അവൻ്റെ സമ്പത്ത് ശാശ്വതമാണെന്നാണ് അവൻ കരുതുന്നത്. ഇനി തഫ്സീറുകൾ നൽകിയിട്ടുണ്ട്, അതിൻ്റെ ആയത്തുകളാണ് കൊടുക്കേണ്ടത്. ലം യകുൻ മുക്കാഫി അൻ ലഹു, സൂറത്തുൽ ഇഖ്ലാസിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അതിൻ്റെ തഫ്സീറിൽ പറയുന്നതാണ് ലം യകുൻ മുക്കാഫി അൻ ലഹു. 2 അൽ ഖുയൂലു അല്ലത്തി തൂരി നാറൻ, അൽ ആദിയാത്തിൻ്റെ സൂറത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു 3 രീതിയിൽ കുതിരകളെ പറയുന്നുണ്ട്. അതിൽ രണ്ടാമത്തത് വൽ ആദിയാത്തി ളുബ്ഹ ഫൽ മൂരിയാത്തി ഖദ്ഹ, ഫൽ മൂരിയാത്തി ഖദ്ഹ, അതിൻ്റെ തഫ്സീറിലാണ് ഇത് വരുന്നത്. അതുപോലെ ഇദാ ഗത്ത ബിളലാമിഹി കുല്ല ഷൈഇൻ, ഇരുട്ടുകൊണ്ട് മൂടിയാൽ എന്നുള്ളതാണ് വരുന്നത്. സൂറത്തുൽ ളുഹയിലെ 2-ാമത്തെ ആയത്ത് വല്ലൈലി ഇദാ സജ. 4 ലനജുറന്നഹു ബിനാസിയതിഹി ഇലന്നാർ, അഥവാ അവരുടെ മൂർധാവിലെ മുടി പിടിച്ച് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. സൂറത്തുൽ അലഖിൻ്റെ അവസാനത്തിൽ ഫല്യദ്ഉനാദിയ, അതല്ല അതിൻ്റെ മുമ്പ്, അതിനല്പം മുമ്പാണ് ആ തഫ്സീറുള്ള ആയത്ത് വരുന്നത്. കല്ലാല ഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ, ലനസ്ഫഅൻ ബിന്നാസിയ എന്നതിൻ്റെ ആയത്തിൽ ആദ്യ തഫ്സീറിലാണ് അത് വരുന്നത്. ഫി ഹയാത്തിൻ ത്വയ്യിബത്തിൻ ഫിൽ ജന്ന, ഫി ഐഷത്തി റാദിയ എന്ന് പറയുന്ന ഒരു ആയത്ത് വരുന്നുണ്ട്. അവരുടെ ഭാരം അഥവാ മീസാനിലെ നന്മയുടെ ഭാരം കൂടിയാൽ, സൂറത്തുൽ ഖാരിയയിൽ ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, അങ്ങനെ ആ ഭാരം കൂടിയാൽ, നന്മയുടെ ഭാരം കൂടിയാൽ, ഫഹുവ ഫി ഐഷത്തി റാദിയ, അവർ നല്ല തൃപ്തികരമായ ജീവിതത്തിലാണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ഫഹുവ ഫി ഐഷത്തി റാദിയ. അടുത്തത് 6-ാമത്തെ ആക്ടിവിറ്റി നുഫസ്സിറു ബിൽ അറബിയ, അറബിയിൽ തഫ്സീർ എഴുതാനാണ്. 1 ഫി അമദിൻ മുമദ്ദദ, ഇത് സൂറത്തുൽ ഹുമസയിലെ അവസാന ആയത്ത്. ഫി അമദിൻ മുമദ്ദദ, അതിൻ്റെ തഫ്സീർ തവീലത്തിൻ ലാ യസ്തതിഉൽ ഫിറാറു മിൻഹ, നീളമുള്ള തൂണുകൾ, ലാ യസ്തതീറു സാധിക്കുകയില്ല, അൽ ഫിറാറു മിൻഹ അതിൽ നിന്ന് ഓടിപ്പോകാൻ, അതാണ് അതിൻ്റെ തഫ്സീർ വരുന്നത്. 2 ഇന്നഹു കാന തവ്വാബ, സൂറത്തുൻ നസ്റിൻ്റെ അവസാന ആയത്ത് വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ കാന കസീറുൽ ഖബൂലി ലിതൗബതി ഇബാദിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ അടിമകളുടെ തൗബ ഒരുപാട് സ്വീകരിക്കുന്നവനാണ്. 3 തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു, സൂറത്തുൽ ബയ്യിനയിൽ അവസാന ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ തഫ്സീറിൽ 4 സ്വർഗത്തിലെ 4 നദികളാണ് പറയുന്നത്. അയിൽ അർബഅതു മിനൽ ഖംറി വൽ മാഇ വൽ അസ്ലി വൽ ലബനി, പാലിൻ്റെ, തേനിൻ്റെ, വെള്ളത്തിൻ്റെ, കള്ളിൻ്റെ, ഇങ്ങനെ 4 നദികൾ. അപ്പോൾ അതാണ് എൻ്റെ തഫ്സീർ വരുന്നത്. 4 വഹാദൽ ബലദിൽ അമീൻ, സൂറത്തു തീനിൽ 3-ാമത്തെ ആയത്ത് വഹാദൽ ബലദിൽ അമീൻ മക്കത്തുൻ ലി അംനിന്നാസി ഫിഹ ഫലാ യുനഫിറു സൈദുഹു വലാ യഖ്തഉ ഷജറഹു, അഥവാ മക്കയാണ് ആ ബലദുൽ അമീൻ. അങ്ങനെ ഒരു പേര് പറയാൻ കാരണം എന്താ? ജനങ്ങൾക്ക് അവിടെ നിർഭയത്വമുണ്ട്, അതുപോലെ വേട്ടയാടപ്പെടുന്നില്ല, മരങ്ങൾ മുറിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തഫ്സീർ അതാണ് വരുന്നത്. 5 വറഫഅനാ ലക ദിക്റക, സൂറത്തു ശർഹിലെ 4-ാമത്തെ ആയത്ത് വറഫഅനാ ലക ദിക്റക
بأن تذكر مع ذكري في الآذان والإقامة والتشهد والخطبة وغيرها. അഥവാ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, താങ്കളുടെ സ്മരണയെ ഞാൻ ഉയർത്തി, താങ്കൾ പറയുന്നത് ഞാൻ ഉയർത്തി. അത് എങ്ങനെയാണ്? ബാങ്ക്, ഇഖാമത്ത്, അത്തഹിയാത്ത്, ഖുതുബ അതല്ലാത്തതിലൊക്കെ അള്ളാഹനെ പറയുന്നതിനോട് കൂടെ തന്നെ നബിയെയും പറയുന്നുണ്ട്. ഇനി 2022 ചോദ്യപേപ്പർ 1. അൽ മുഹ്സിനു ഇലൽ മുഅ്മിനീന ഫഖത്ത് ഫിൽ ആഖിറത്തി. ആഖിറത്തിൽ മാത്രം മുഅ്മിനീങ്ങൾക്ക് നന്മ ചെയ്യുന്നവൻ. ഇത് ഫാത്തിഹയിൽ അർ-റഹ്മാൻ റഹീം എന്നുള്ളത് ചർച്ച ചെയ്യുമ്പോൾ ദുനിയാവിൽ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനീങ്ങളല്ലാത്തവർക്കും നന്മ ചെയ്യുന്നവനും ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം നന്മ ചെയ്യുന്നവനും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റഹ്മാൻ ദുനിയാവിൽ, റഹീം ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം. അപ്പോൾ ഇവിടെ ഉത്തരം റഹീം എന്നുള്ളതാണ്. സമറത്തു ഷജറത്തിൻ മഷ്ഹൂറത്തിൻ. ഒരു പ്രസിദ്ധമായ മരത്തിൻ്റെ പഴമാണ്. അന്നഖലത്തിനെയാണോ അത്തീൻ, അദ്ദീൻ, ഇതിലേതാണ്? തീൻ സൂറത്തിൽ അല്ലേ തീനെ കുറിച്ച് പറയുന്നതാണിത്. അപ്പോൾ ഉത്തരം തീൻ എന്നുള്ളതാണ്. 3. അവ്വലു മൻ ഖത്തബിൽ കലമി. പേന കൊണ്ട് ആദ്യമായി എഴുതിയത് നൂഹ് അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം. ഇദ്രീസ് അലൈഹിസ്സലാമാണ്. അത് സൂറത്തുൽ അലക്കൽ പരാമർശിക്കുന്നുണ്ട്. 4. അൽ ഹുജ്ജത്തുൽ വാളിഹത്തു വഹിയ. വ്യക്തമായ തെളിവ്. സൂറത്തുൽ ബയ്യിനയിൽ വ്യക്തമായ തെളിവ് വന്നതിന് ശേഷം അവർ നിഷേധിച്ചു എന്ന് പറയുന്നിടത്ത് ഹത്താ തഅതിയഹുമുൽ ബയ്യിന, അൽ ബയ്യിന എന്നുള്ളത് ഹുജ്ജത്തുൻ വാളിഹ ആണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ് ഉത്തരം. 5. അൽ ഖുയൂലുല്ലത്തി തഗീറു അൽ അദുവി വഖ്ത സുബ്ഹി. നമ്മൾ കുതിരകളെ കുറിച്ച് ആദിയാത്ത് സൂറത്തിൽ പറഞ്ഞിരുന്നു 3 രീതിയിൽ. അതിൽ ഫൽ മുഗീറാത്തി സുബ്ഹ അൽ ഖുയൂറുല്ലത്തി തഗീറു അൽ അദുവി വഖ്ത സുബ്ഹി. അൽ മുഗീറാത്ത് എന്നുള്ള കുതിരകളാണ് ഈ സുബഹിൻ്റെ സമയത്ത് ശത്രുക്കൾക്ക് മേലെ ചാടി വീഴുന്നത്. 6. അൽ ഹസ്രത്തുല്ലത്തി തതസാഖത്തു അലന്നാരി ഫില്ലയാലി. രാത്രിയിൽ തീന് മുകളിൽ ഇങ്ങനെ വീഴുന്ന പാറ്റകൾ, അവിടെ അൽ ഫറാഷു എന്നുള്ളതാണ് ഉത്തരം. 7. അത്തഫാഖുറു ബിൽ അംവാലി വൽ ഔലാദി. മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അഹങ്കരിക്കുന്നവർ. സൂറത്തു തക്കാസുറിൽ അൽഹാക്കുമുത് തക്കാസുർ, ആ തക്കാസുറിൻ്റെ തഫ്സീറിലത് കാണാം. അപ്പോൾ ഉത്തരം തക്കാസുർ എന്നുള്ളതാണ്. 2ാമത്തത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനുള്ളതാണ്. തൻസീൽ, സിത്തൂന അൽഫൻ, അശ്ശാം, ഉമ്മു ജമീൽ, സൂറത്തുൽ കാഫിറൂൻ, ഇബ്രാഹിം, അൽ മാഊൻ എന്നുള്ളതാണ് ഓപ്ഷൻസ് ഉള്ളത്. 1. മിൻ അസ്മായി സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിൽ അതിൻ്റെ കുറച്ച് പേരുകൾ പറയുന്നുണ്ട്. തൻസീൽ, തജ്രീദ്, തൗഹീദ്, നജാത്ത്, വിലായത്ത്, ഇത്തരം പേരുകൾ പഠിച്ചു വെക്കണം. ഇതിൽ തന്നിട്ടുള്ളത് തൻസീൽ എന്നുള്ളതാണ് ഓപ്ഷനിലുള്ളത്. അപ്പോൾ ഉത്തരം അതാണ്. 2. ഉഖ്തു അബി സുഫിയാൻ ബിൻ ഹർബിൻ. സൂറത്തുൽ മസദിൽ അബു സുഫിയാൻ്റെയും അതുപോലെ അബൂലഹബിൻ്റെയും അതുപോലെ അയാളുടെ ഭാര്യയുടെയും ഒരു ചരിത്രം പറയുന്നുണ്ട്. അവിടെ അബു സുഫിയാൻ്റെ സഹോദരിയാണ് അബൂലഹബിൻ്റെ ഭാര്യ. ആ അബൂലഹബിൻ്റെ ഭാര്യയുടെ പേരാണ് ഉമ്മു ജമീൽ എന്നുള്ളത്. 3. ഇന്നഹ ബറാഅത്തും മിന ശിർക്കി. ഷിർക്കിൽ നിന്നുള്ള സംരക്ഷണമാണ് ഒരു സൂറത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് സൂറത്തുൽ കാഫിറൂനെ കുറിച്ചാണ് ആ സൂറത്തിൽ അത് പരാമർശിക്കുന്നത്. മിൻ മാരിയത്തിൽ ഖിബ്തിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളുണ്ട്. അതിൽ 6 മക്കളും ഖദീജ ബീവിയിൽ നിന്നുള്ളതാണ്. ഇബ്രാഹിം എന്ന മകൻ മാരിയത്തുൽ ഖിബ്തിയയിലുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാരിയത്തുൽ ഖിബ്തിയ എന്നുള്ളതാണ് ഇവിടെ, ഇബ്രാഹിം എന്നുള്ളതാണ് ഇവിടെ ശരിയായ ആൻസർ. ആ സമയത്ത് തന്നെ മറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെയും പഠിക്കണം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളെക്കുറിച്ചും അവിടെ പരാമർശിക്കുന്നുണ്ട്. അബ്ദുള്ള, ഇബ്രാഹിം, സൈനബ്, റുഖയ്യ, ഫാത്തിമ, ഉമ്മു കുൽസൂം. അത് ഇബ്രാഹിം അല്ലാത്തവരൊക്കെ ഖദീജ ബീവിയിൽ നിന്നുള്ളതാണ്.
അതുപോലെ ഫാത്തിമ ബീവി അല്ലാത്തവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താവുന്നത്. 5 ഇസ്മു ജാമിഉൽ ലി മനാഫിഉൽ ബൈത്തി. സൂറത്തുൽ മാഊനിലെ അവസാന ഭാഗത്ത് വയംനഊനൽ മാഊൻ എന്ന് പറയുന്നിടത്ത് അൽ മാഊൻ ഇസ്മു ജാമിഉൽ ലി മനാഫിഉൽ ബൈത്തി, വീടുകളിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കൊക്കെ അതിന് മുഴുവനായിട്ട് പറയുന്നൊരു പേരാണ് അൽ മാഊൻ. അപ്പോൾ ഉത്തരം മാഊൻ എന്നുള്ളതാണ്. 6 വക്കാന ഖുറൈശുൻ യർതഹിലൂന ഫിസ്സൈഫി ഇല. ഖുറൈശികൾ യാത്ര പോകുന്നതിനെക്കുറിച്ച് ലീലാഫി ഖുറൈഷ് എന്ന് തുടങ്ങുന്ന ഖുറൈശ് സൂറത്തിൽ പറയുന്നുണ്ട്. രഹ്ലത്ത് ഷിത്താ, ശൈത്യകാലത്ത് അവർ യമനിലേക്കും സ്വൈഫിൽ ഷാമിലേക്കുമാണ് പോയിരുന്നത്. അപ്പോൾ ഇവിടെ ഷാം എന്നുള്ളതാണ് ഉത്തരം. അദദു ജയ്ഷ് അബ്രഹത്ത്, അബ്രഹത്തിൻ്റെ ജയ്ഷിൻ്റെ സൈന്യത്തിൻ്റെ എണ്ണം 60 അൽഫ് ആയിരുന്നു. അപ്പോൾ അത്തരം ഉത്തരങ്ങളാണ് അതിലുള്ളത്. ഇനി 3 ഉത്തരം പറയാം, നുജീബു. അതിലൊന്ന് ലിമസ് ഉമ്മിയ ഷൈത്വാനു വസ്വാസൻ. ഷൈത്വാന് വസ്വാസ് എന്ന് പറയാൻ കാരണം എന്താണ്? സൂറത്തുൻ നാസിൽ മിൻ ഷെഡിൽ വസ്വാസ് ഐ ഷെയ്ത്വാൻ, ഷെയ്ത്താൻ്റെ ഷെറിൽ എന്നുള്ളത് ഉദ്ദേശിച്ചാണ് വസ്വാസ് എന്ന് പറയുന്നത്. സുമിയ ബിൽ മസ്ദരി, അങ്ങനെ മസ്ദർ കൊണ്ട് പേര് പറയാൻ കാരണം ഷെയ്ത്താൻ്റെ പണി വസ്വാസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ധാരാളം വസ്വാസ് ഉണ്ടാക്കുന്നൊരു പണി ആയതുകൊണ്ട് ആണ് ഷെയ്ത്വാനെ അങ്ങനെ പറയുന്നത്. 2 അൽ ഫലഖു മാഹുവ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്തുൽ ഫലഖിൽ ഫലഖ് എന്നാൽ അതിൻ്റെ തഫ്സീറിൽ കാണാം അസ്സുബഹ്, സുബഹയാണ് ഫലഖ് എന്ന് പറഞ്ഞാൽ. ആഖിറു സൂറത്തിൻ നസലത്ത് മാഹിയ, അവസാനമായി ഇറങ്ങിയ സൂറത്ത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന ആയത്ത് തുടങ്ങുന്ന സൂറത്തുൻ നസ്ർ ആണ് അവസാനമായി ഖുർആനിൽ ഇറങ്ങിയത്. ഇത് ഹജ്ജത്തുൽ വിദാഇൻ്റെ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ്. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ കരഞ്ഞതായിട്ടൊക്കെ അവിടെ പരാമർശിക്കുന്നുണ്ട്. അൽ മുറാദു ബിൽ അസ്രി. സൂറത്തുൽ അസ്റിൽ വൽ അസ്ർ എന്നതിൻ്റെ തഫ്സീറിൽ കാണാം അഖ്സമ ദഹർ. അപ്പോൾ ദഹർ കാലം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്കാലുൽ അർളി മാഹിയ, ഭൂമിയുടെ ഭാരങ്ങൾ ഏതാണെന്ന് പറയുന്നുണ്ട്. വ അഖ്റജത്തിൽ അർളു അസ്കാലഹ, ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറന്തള്ളും, അഥവാ അതിൻ്റെ നിധികളും മൗത്തഹ, മരണപ്പെട്ടവരും മയ്യത്തുകളും ആണ് അതിൻ്റെ ഭാരങ്ങൾ. ഇനി ആയത്തുകൾ എഴുതാനാണ്, തഫ്സീറുകൾ നൽകിയിട്ടുണ്ട്, അതിന് യോജിച്ച ആയത്തുകൾ എഴുതാനാണ്. അവ്വലിൻ നഹാർ, സൂറത്തുൽ ളുഹ വല്ലുഹ എന്നതിൻ്റെ തഫ്സീറിലാണ് അവ്വലുൻ നഹാർ എന്ന് വരുന്നത്. അപ്പോൾ ഉത്തരം വല്ലുഹ എന്നുള്ളതാണ്. 2 ലം യകുൻ അഹദുൻ മുകാഫിഅൻ ലഹു, അത് സൂറത്തുൽ ഇഖ്ലാസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. 3 അൽ മഖ്സൂദു ഫിൽ ഹവായിജി അലദ്ദവാമി. ഇഖ്ലാസ് സൂറത്തിലെ 2ാമത്തെ ആയത്ത് അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദിൻ്റെ തഫ്സീറിലാണ് അത് വരുന്നത്. 4 ത്വവീലത്തിൻ ലാ യസ്തതിഉ അൽ ഫിറാറ മിൻഹ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഫി അമദി മുമദ്ദദ എന്നുള്ള ആയത്തിൻ്റെ തഫ്സീറാണ് അത്. 5 ഫി ഹയാത്തുൻ ത്വയ്യിബത്തിൻ ഫിൽ ജന്ന, അതും നേരത്തെ ചർച്ച ചെയ്താണ്. ഫി ഐഷത്തി റാദിയ, അഥവാ മീസാനിൽ നന്മ കനം തൂങ്ങിയാൽ അവർ ഫി ഐഷത്തി റാദിയ എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ തഫ്സീറാണ് വരുന്നത്. ഇനി അർത്ഥം എഴുതാനാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, നാം അതിനെ ലൈലത്തുൽ ഖദ്റിൽ ഇറക്കി. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസത്തിന് ഉടനെ ഒരു എളുപ്പമുണ്ട്. അല്ലദി അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനാണ് അവൻ. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. അത് നേരെ തിരിച്ചാണ് അവിടെ അർത്ഥം വരുന്നത്. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നൊന്ന് ഞാൻ ആരാധിക്കുകയില്ല. 6 നുഫസ്സിറു, തഫ്സീർ എഴുതാനാണ്.
ഇന്നഹു കാന തവ്വാബ, അതും മറ്റൊരു ചോദ്യപേപ്പറിൽ നമ്മൾ കണ്ടതാണ്. സൂറത്തു നസ്റിൻ്റെ അവസാന ആയത്ത് കാന കസീറുൽ ഖബൂലി ലി തൗബത്തി ഇബാദിഹി. 2 അഊദു ബിറബ്ബിന്നാസ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്നുള്ള അവസാന സൂറത്തിൽ തഹസ്സുനു ബി ഖാലിഖിഹിം വമാലിക്കിഹിം. വസ്തഗ്ഫിർഹു, അതും നസ്ർ സൂറത്ത് തന്നെയാണ്. അഥവാ അള്ളാഹുവിനോട് ഉഫ്രാനെ ചോദിക്കാൻ പറയുന്നുണ്ട്. വസ്തഗ്ഫിർഹു ഐ സലില്ലാഹ അൽ ഉഫ്രാന. ഇനി 2023 ചോദ്യമാണ്. ബ്രാക്കറ്റിൽ അന്നാദി അൽ ആലമു ഹുനഫാ അൽ യഹൂദു അഖ്ലൽ ഖാലീൻ അൻ നസ്വാറ എന്നിവയൊക്കെയുണ്ട്. ചോദ്യം 1 കുല്ലുമാ സിവല്ല, അള്ളാഹു അല്ലാത്ത എല്ലാം, അത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്? ഫാത്തിഹ സൂറത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ ആലം എന്നുള്ളത് കുല്ലുമാ സിവല്ല, അൽ ആലം എന്നുള്ളതാണ്. 2 അൽ മഗ്ലൂബ് അലൈഹിം, ഫാത്തിഹയിൽ ഗൈരിൽ മഗ്ലൂബി അലൈഹിം എന്നുള്ള ഭാഗത്ത് മഗ്ലൂബ് അള്ളാഹു ദേഷ്യപ്പെട്ട ആളുകൾ, അതിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട് വഹും അൽ യഹൂദു, അത് യഹൂദീങ്ങളാണ്, ജൂതന്മാരാണ്. അതുപോലെ തന്നെ വല ലോലീൻ എന്ന് പറയുന്നിടത്ത് ലോലീൻ എന്നുള്ളത് ഹുമുൻ നസ്വാറ, അത് നസ്വാറ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ലോലീൻ എന്നുള്ളത് നസ്വാറ, മഗ്ലൂബ് യഹൂദ്. അതുപോലെ തന്നെ അതിന് മുമ്പ് അൻ അംത അലൈഹിം എന്ന് കാണാം. അൻ അംത അലൈഹിം, അള്ളാഹു അനുഗ്രഹം ചെയ്ത ആളുകൾ ബിൽ ഹിദായ, ഹിദായത്ത് കൊണ്ട്. അതാരാണ്? മിനൻ നബിയീൻ വസുദ്ദീഖീൻ വശുഹദ വസ്വാലിഹീൻ. അപ്പോൾ അത് 3 ഈ സമയത്ത് മനസ്സിലാക്കി വെക്കുക. 3 അഹ്കമുൽ ഹാക്കിമീൻ, സൂറത്തു തീനിൻ്റെ അവസാന ആയത്ത് അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ അഖ്ലൽ ഖാലീൻ, വിധി നന്നായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നീതിപരമായിട്ട് വിധിക്കുന്നവൻ അത് അള്ളാഹുവാണ്. അപ്പോൾ അഖ്ലൽ ഖാലീൻ എന്നുള്ളതാണ് അവിടെ അതിൻ്റെ തഫ്സീറായി വരുന്നത്. 4 അൽ മക്കാനുല്ലദി യജ്തമിഉ ഫീഹിന്നാസു, അൽ മക്കാനു സ്ഥലം, അല്ലതി എങ്ങനത്തെ സ്ഥലമാണ്? യജ്തമിഉ ഫീഹിന്നാസു, ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടും, അങ്ങനത്തെ സ്ഥലം. സൂറത്തുൽ അലഖിൻ്റെ അവസാന ഭാഗത്ത് 3 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അർ റുജ്അ എന്നുള്ളത് എന്താണെന്നും അന്നാസുയ എന്താണെന്നും അന്നാദി എന്താണെന്നുള്ളതും. നാദി എന്ന് പറഞ്ഞാൽ അൽ മക്കാനുല്ലദി യജ്തമഉ ഫീഹിന്നാസ് എന്നുള്ള അർത്ഥം. ഇവിടെ ഉത്തരം നാദി എന്നുള്ളതാണ്. ഇതിനോട് കൂടെ തന്നെ നാസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അശ്ശറു തൊവീൽ ഫി മുഖദ്ദിമിർ റസ്, അഥവാ തലയുടെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് നീണ്ട മുടി. അതുപോലെ റുജ്അ എന്ന് പറഞ്ഞാൽ റുജു മടക്കം എന്നുള്ളത്. അടുത്ത 5 മാഇലീന ഇലൽ ഖൈരി, നന്മയിലേക്ക് ചായുന്നവർ, അൽ ഹുനഫാ എന്നുള്ളതാണ് അതിന് ഉത്തരം. 2ാമത്തെ ആക്ടിവിറ്റി 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ശരി ഉത്തരം എടുത്ത് എഴുതാനാണ്. ഫിറഖുൽ യഹൂദ്, യഹൂദികളുടെ വിഭാഗം, അത് യഹൂദികളും നസ്വാറാക്കളും പല വിഭാഗങ്ങളായി മാറി 71 വിഭാഗങ്ങളും 72 വിഭാഗക്കായി എന്ന് പറയുന്നുണ്ട്. സൂറത്തുൽ ബയ്യിനയിൽ ഇഖ്തലഫു അല 71 ഫിർഖത്തുൻ, യഹൂദികൾ ജൂതന്മാർ 71 വിഭാഗങ്ങളും നസ്വാറ 72 വിഭാഗങ്ങളും ആയിട്ടുണ്ട്. ഇവിടെ ചോദ്യം യഹൂദികളെക്കുറിച്ചാണ്, അപ്പോൾ 71. 2 അൻഹാറുൽ ജന്ന, സ്വർഗത്തിലെ നദികൾ, അത് പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. 4 നദികളാണുള്ളത്: മദ്യത്തിൻ്റെ, തേനിൻ്റെ, പാലിൻ്റെ, വെള്ളത്തിൻ്റെ. തഅദിലു റുബുൽ ഖുർആൻ, ഖുർആൻ്റെ 1/4 സമമാകുന്ന സൂറത്ത്. അത് നമ്മുടെ തഫ്സീറിൽ 2 സൂറത്ത് റുബുൽ ഖുർആനായിട്ട് പറയുന്നുണ്ട്. ഒന്ന് കാഫിറൂനയും ഒന്ന് സൂറത്തുൻ നസ്റുമാണ്. സൂറത്തുൻ നസ്റും കാഫിറൂനയും റുബുൽ ഖുർആനിൽ പെടുന്നതാണ്. ഇവിടെ 2 ഓപ്ഷൻ ശരിയായതുണ്ട്, ഏതെഴുതിയാലും ഉത്തരം ശരിയാണ്. 4 ആഖിറു സൂറത്തിൻ നസലത്ത്, അവസാനമായി ഇറങ്ങിയ സൂറത്ത് ഏതെന്നാണ് ചോദ്യം. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നസ്ർ ആണ് അവസാനമായിട്ട് ഇറങ്ങിയ സൂറത്ത്. 5 മിൻ അസ്മാഇ സൂറത്തിൽ ഇഖ്ലാസി, ഇഖ്ലാസ് സൂറത്തിൻ്റെ പേരുകൾ നേരത്തെ പരാമർശിച്ചിരുന്നു.
തൻസീല്, തജ്രീദ്, തൗഹീദ്, നജാത്ത്, വിലായത്ത് എന്നിവയൊക്കെ അതിൻ്റെ പേരുകളിൽ പെട്ടതാണ്. ഇവിടെ നജാത്ത് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി വ്യക്തമാക്കാനാണ്. ഒന്ന്, മാന മലിക്കിന്നാസ്. മലിക്കിന്നാസിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന്, മാന മലിക്കിന്നാസ്. മലിക്കിന്നാസിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. സൂറത്തു നാസിലെ ഒരു രണ്ടാമത്തെ ആയത്താണ് മലിക്കിന്നാസ് എന്നുള്ളത്. അഥവാ ജനങ്ങളിൽ വിനിമയങ്ങളൊക്കെ നടത്തുന്നവൻ, അല്ലെങ്കിൽ അതിന് അധികാരം നൽകുന്നവൻ, അത് വീക്ഷിക്കുന്നവൻ, അങ്ങനെയുള്ളൊരു അർത്ഥമാണ് മലിക്കിന്നാസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ മുത്തസരിഫു ഫീഹിം ബി അൻവാ ഇ തസറുഫാത്ത്. എല്ലാ തസറുഫാത്തിൻ്റെ ഇനങ്ങൾ കൊണ്ടും മുത്തസരിഫ് ചെയ്യുന്നവൻ. രണ്ട്, ഫായിദത്തു ഖിറാഅത്തിൽ ഇഖ്ലാസി 10 മറാത്ത്. 10 പ്രാവശ്യം ഇഖ്ലാസ് സൂറത്ത് ഓതിയാലുള്ള ഗുണമാണ് ചോദിച്ചത്. ഇഖ്ലാസ് സൂറത്തിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ഭാഗത്ത് മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 10 മറാത്തിൻ ബുനിയ ലഹു ബിഹ ഖസ്റുൻ എന്ന് പറഞ്ഞാൽ, ഒരാൾ 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഓതിയാൽ ആ ഓതിയ ആൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു കൊട്ടാരം നിർമ്മിക്കപ്പെടുന്ന പറഞ്ഞത്. 20 2 കൊട്ടാരാവും, 30 3 കൊട്ടാരാവും. ഈ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് അധികരിപ്പിച്ചാലോ? അപ്പോൾ എത്ര അധികരിപ്പിക്കുന്നോ അതിനനുസരിച്ചുള്ള കൊട്ടാരങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. മറ്റൊരു ശ്രേഷ്ഠത പറയുന്നത്, രോഗത്തിൽ നമ്മൾ മരണാസന്നമായ രോഗത്തിൽ ആരെങ്കിലും ഇത് 100 പ്രാവശ്യം ഓതിയാൽ ഖബർ എടുക്കുന്നതിൽ നിന്ന് അവനക്ക്, അല്ലെങ്കിൽ ഖബറിൻ്റെ ഫിത്നകളിൽ നിന്നുള്ള രക്ഷയുണ്ടാകും. അവനെ സ്വർഗം വരെ, സിറാത്ത് പാലവും പിന്നിട്ട് സ്വർഗം വരെ മലക്കുകൾ അവനെ വഹിച്ചു കൊണ്ടുപോകുമെന്നുള്ള ശ്രേഷ്ഠതയും പറയുന്നുണ്ട്. 3, ഔസാഫുൽ ഹൗദുൽ കൗസർ. ഹൗദുൽ കൗസറിൻ്റെ സിഫത്തുകളാണ് ചോദിച്ചത്. ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്നുള്ള സൂറത്തുൽ കൗസറിൽ അതിൻ്റെ ആ ഹൗദിൻ്റെ അടിയിലെ ചരക്കല്ലുകൾ അത് മുത്തുകളാണ്. അതുപോലെ പാലിനേക്കാൾ വെളുത്ത വെള്ളമാണ്, അല്ലെങ്കിൽ പാലിനേക്കാൾ വെളുപ്പുള്ളതും, അതുപോലെ തേനിനേക്കാൾ മധുരമുള്ളതും, അതിൻ്റെ പാത്രങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണത്തേക്കാൾ അധികരിച്ചതുമാണെന്നൊക്കെ അതിൻ്റെ വിശേഷണങ്ങൾ പറയുന്നുണ്ട് ഹൗദുൽ കൗസറിൻ്റെ. അതുപോലെ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത്, ഖുർത്തുബി ഇമാം പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 ഹൗദുണ്ട്. ഒന്ന് മഹ്ശറയിൽ സിറാത്തിൻ്റെ മുമ്പും, രണ്ടാമത്തെ സ്വർഗത്തിലുമാണെന്ന്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ ഹൗദ് കുടിക്കാനുള്ള, അല്ലെങ്കിൽ ഈ ഹൗദുൽ കൗസർ പാനീയം കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവാത്തൊരു ടീമിനെ പറ്റി, ഒരു വിഭാഗത്തെ പറ്റി പറയുന്നുണ്ട്. അവർക്കും ഒരു മറ വീഴും. അപ്പോൾ അത് ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമ്പോൾ പറയും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയ ആളുകളാണ്, വ്യത്യാസങ്ങൾ വരുത്തിയ ആളുകളാണ്. ഇനി 4, അന്നാസു അർബഅത്തു അഖ്സാമിൻ മൻഹും. ജനങ്ങൾ 4 വിഭാഗമുണ്ട്, 4 തരമുണ്ട്. അത് ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. സൂറത്തു ളുഹായുടെ അവസാനത്തിൽ കുറച്ച് അൽ മുലാഹദ എന്ന് പറഞ്ഞിട്ട് വിഷയം പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് ജനങ്ങൾ 4 വിഭാഗമുണ്ട്. അഥവാ 2 വീട്ടിലും, ദുന്യാവിലും ആഖിറത്തിലും വിജയിച്ചവരുണ്ട്, ആഖിറത്തിലും ദുന്യാവിലും പരാജയപ്പെട്ടവരുമുണ്ട്. ആഖിറത്തിൽ വിജയിച്ച് ദുന്യാവിൽ പരാജയപ്പെട്ടവരുണ്ട്, ആഖിറത്തിൽ പരാജയപ്പെട്ട് ദുന്യാവിൽ വിജയിച്ചവരുണ്ട്. അഥവാ എല്ലാ രീതിയിലുണ്ട് എന്നർത്ഥം. ദുന്യാവിൽ ഫുൾ പരാജയമുള്ളവർ, ആഖിറത്തിലും പരാജയമുള്ളവർ, പിന്നെ രണ്ടിടത്തും വിജയമുള്ളവർ, ഒരിടത്ത് പരാജയം ഒരിടത്ത് വിജയം, അങ്ങനെയുള്ളവരും. അങ്ങനെ 4 വിഭാഗം ആളുകളെ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇനി 4ാമത്തെ ആക്ടിവിറ്റി നുജീബു, നമുക്ക് ഉത്തരം പറയാമെന്നുള്ളതാണ്. 1, അൽ ഇബാദത്തു നൗആനി മാഹുമ. 2 ഇബാദത്ത് 2 വിധമുണ്ട്. ഏതൊക്കെ? അതും സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനം പറയുന്നുണ്ട്. ഇബാദത്ത് എന്നാൽ എന്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ താഴ്മയുടെ അങ്ങേയറ്റം കൊണ്ടുവരലാണ് ഇബാദത്ത്. അത് കൽബായിട്ടും കാലിബായിട്ടും. പിന്നെ അത് 2 തരമുണ്ട്. ഒന്ന് കൽബിയ, 2 കാലബിയ. കൽബിയ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാണ്. കാലബിയ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇബാദത്തുകളൊക്കെ ചെയ്യലാണ് കാലബിയ. അങ്ങനെ 2 തരം ഇബാദത്തുകളാണ് ഉള്ളത്. 2, കൈഫ ഹദല്ലാഹു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് അള്ളാഹു ഹിദായത്ത് നൽകിയെന്ന് പറയുന്നത്. സൂറത്തുൽ ളുഹായിൽ
വവജദക ളാല്ലൻ ഫഹദ ഐ ഹദാക ഇല ശരീഅത്തി ബി ഇൻസാലിഹ ഇലൈക. ശരീഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ് ഇറക്കി കൊടുത്തത്, അഥവാ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഖുർആൻ വഴി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ് ഇറക്കി കൊടുത്തത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിദായത്ത് നൽകി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3. അസ്ഹാബുൽ ഫീലി മൻഹും. മറ്റൊരു ചോദ്യത്തിൽ നമ്മൾ കണ്ടതാണ്. മഹ്മൂദ് എന്ന ആനയും ആ ആനയുടെ കൂട്ടാളികളായ ആനകളും, അതുപോലെ അബ്രഹത്തും അവൻ്റെ സൈന്യവും. ഫീമൻ നസലത്ത് സൂറത്തുൽ ഹുമസ. ഹുമസ എന്നുള്ള സൂറത്ത് ആരുടെ വിഷയത്തിലാണ് ഇറങ്ങിയത്? വൈലുല്ലിക്കുല്ലി ഹുമസത്തുൽ ലുമസ എന്ന് പറഞ്ഞതിന് ശേഷം നസലത്ത് ഫീമൻ ഖാന ഉത്താബു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുഅ്മിനീന ക ഉമയ്യത്ത് ബിൻ ഖലഫ് വഗൈരിഹി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഅ്മിനീങ്ങളെയും ഗീബത്ത് പറഞ്ഞിരുന്ന, ഒരുപാട് പരദൂഷണം ഗീബത്ത് പറഞ്ഞിരുന്ന ഉമയ്യത്ത് ബിൻ ഖലഫിനെയും അതുപോലെയുള്ളവരുടെയും വിഷയത്തിൽ ഇറങ്ങിയതാണ് ഈ സൂറത്ത്. ഐന നസലൽ ഖുർആനു അവ്വലൻ. ഖുർആൻ ആദ്യമായി ഇറങ്ങിയത് എവിടെയാണ്? സൂറത്തുൽ അലക്കിൻ്റെ ആദ്യ 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. ആ ഇറങ്ങിയ സ്ഥലവും പറയുന്നുണ്ട്, ബിഗാർ ഇറാ ഗുഹയിലാണ് ഇറങ്ങിയത്. ആയത്തുകളുടെ തഫ്സീറുകൾ അറബിയിൽ എഴുതാനാണ് 5ാമത്തെ ആക്ടിവിറ്റി. ഫഅസർന ബിഹി നഖ്അ. സൂറത്തുൽ ആദിയാത്തിൽ ഫൽമൂരിയാത്തി സുബ്ഹ ഫഅസർന ബിഹി നഖ്അ എന്ന് പറയുന്നുണ്ട്, അഥവാ ഫിൽ മക്കാനിൽ അദുവി, ശത്രുക്കളുടെ സ്ഥലങ്ങളിൽ പൊടിപടലങ്ങൾ പാർപ്പിക്കുന്ന കുതിരകൾ. അപ്പോൾ അതിൻ്റെ തഫ്സീറായിട്ട് എഴുതേണ്ടത് വഹസ്സില മാഫി സുദൂർ. ആദിയാത്തിൽ തന്നെ അവസാനത്തിൽ പറയുന്നുണ്ട് വഹസ്സില മാഫി സുദൂർ, അവരുടെ ഹൃദയങ്ങളിലുള്ളത് വ്യക്തമാക്കും, വെളിവാക്കും എന്നുള്ളത്. അപ്പോൾ അൽ ഖുലൂബു മിനൽ കുഫ്രി വൽ ഈമാൻ, ഹൃദയങ്ങളിൽ എന്താ ഉള്ളത്? കുഫർ അൽ ഈമാൻ. അപ്പോൾ കുഫറാണോ ഈമാനാണോ അവരുടെ ഹൃദയങ്ങളിൽ ഉള്ളത്, അത് വ്യക്തമാക്കുമെന്ന് പറയുന്നുണ്ട്. അൽ ഖുലൂബു മിനൽ കുഫ്രി വൽ ഈമാൻ. പിന്നെ ഇന്ന ഷാനി അക ഹുവൽ അബ്തർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്തർ എന്ന് വിളിച്ച ആസിബിന് വായിലിനെ തിരിച്ച് ഹുവൽ അബ്തർ എന്ന് പറയുന്ന ഭാഗമാണ്. അൽ മുൻഖത്തിഉ അൻ കുല്ലി ഖൈരിൻ, എല്ലാ ഖൈറും മുറിഞ്ഞവൻ. അതാണ് അവിടെ തഫ്സീറായിട്ട് എഴുതേണ്ടത്. വവജദക ളാല്ലൻ. സൂറത്തുൽ ളുഹായിൽ പറയുന്നുണ്ട് വവജദക ളാല്ലൻ ഖാലിയൻ മിന ശരീഅത്തി ലാ മുൻഹരിഫൻ അനിൽ ഹഖ്. ശരീഅത്തിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് ഹക്കിൽ നിന്ന് മാറിയിട്ടല്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം ശരീഅത്ത് ഇറക്കിയിട്ടില്ലല്ലോ, 40 വയസ്സാകുമ്പോഴല്ലേ നബിയാകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സൂറത്തുൽ ഫാത്തിഹയിൽ നഖ്സുക ബിൽ ഇബാദ വൽ ഇസ്തിആന, അഥവാ ഇബാദത്ത് കൊണ്ടും ഇസ്തിആനത്ത് കൊണ്ടും അള്ളാഹുവിനെ നമ്മൾ പ്രത്യേകമാക്കുന്നു, വേറെ ആരോടും ഇസ്തിആനത്തുല്ല ഇബാദത്തുല്ല. ഇനി അറബി മലയാളത്തിൽ അർത്ഥം എഴുതാനുള്ളതാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, താങ്കളുടെ റബ്ബ് താങ്കളെ കൈവെടിഞ്ഞിട്ടില്ല. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അവസാന ആയത്ത് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, അഥവാ ഫജ്ർ ഉദിക്കുന്നത് വരെ അത് സലാമാണ്, രക്ഷയാണ്, സമാധാനമാണ് എന്നൊക്കെ അർത്ഥം വെക്കാം. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ, ഖയ്യിദു അവരെ ശക്തിപ്പെടുത്തി, അൽ ഇൽമ അവരെ ഇൽമിനെ, ബിൽ കിതാബ എഴുത്തുകൊണ്ട് ഇൽമിനെ ശക്തിപ്പെടുത്തി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ തഫ്സീറിൽ ചോദ്യങ്ങളായിട്ട് വരുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.